കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 4.0. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ UG ഇലക്റ്റീവ് ആയിട്ടുള്ള BEGS 186ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ BEGS 186 എന്ന് പറയുന്ന എക്സാമിന് നിങ്ങളെ ഫുള്ളി എക്യുപ്പൈഡ് ആൻഡ് പ്രിപ്പയർഡ് ആക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകളെല്ലാം അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സുകൾ മീൻസ് ഏതൊക്കെ ബ്ലോക്സിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആൻഡ് ഓൾസോ ഒരു എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ഏതൊക്കെ നോക്കണം, ഏതൊക്കെ ടോപ്പിക്സുകൾ കവർ ചെയ്യണം, ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെയുള്ള വളരെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ our session. Introduction. BEGS 186 Business Communication. This guide is meticulously crafted to help IGNO learners of BEGS 186 Business Communication maximize your exam success by focusing their revision on the most significant and frequently tested syllabus areas. Leveraging a comprehensive analysis of past term and examination papers alongside the official syllabus, this resource offers data-driven insights, helping you target high-yield topics and understand exam trends. With an approach rooted in actual question frequency and pattern shifts, you can prepare more strategically and efficiently. ഇപ്പൊ നമ്മൾ എക്സാം വരുന്ന സമയത്ത് വളരെയധികം സ്മാർട്ട് ആയിട്ട് നമ്മളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ലേറ്റസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ട്രെൻഡ്സുകളുടെ ചേഞ്ച് എന്തൊക്കെയാണ്, ഫോക്കസുകൾ മാറുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ഒരു വ്യൂ ആണ് നമുക്ക് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോയുടെ സ്ട്രക്ചർ എങ്ങനെ പോയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റൂട്ട് മാപ്പ് ആണ്. ഫസ്റ്റ് വിൽ ബി ഹാവിംഗ് ദ സിലബസ് മാപ്പിംഗ്. ഇതില് we break down this BEGS 186 syllabus എങ്ങനെയാണ് block wise and topic wise, highlighting each area's historical significance in past exams. Second we have is the exam pattern analysis. അപ്പൊ നമ്മൾ പ്രീവിയസ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ ആസ്പദമാക്കിയിട്ട് will be detailing the structure of the TEE question papers, including question formats, marks distribution, and evolving trends across recent years. Next is recurring questions review. Compiles and examines questions that appear repeatedly, enabling you to recognize the core themes and question types. അപ്പം ഒബ്വിയസ്ലി നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ടാകും. ആൻഡ് ഓൾസോ ചില സർട്ടൺ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റിംഗ് ആയിരിക്കും. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. Use a statistical analysis to predict high probability questions and likely focus areas for June 2025, supporting smarter revision. Next, mock predictive paper presents a sample question paper based on analytical predictions, simulating actual exam conditions for effective self-assessment. Then you have the model answers and marking scheme, provides a detailed model responses and guidance on IGNO's expected answer structure, including key marking criteria. Methodology call-out. This guide synthesizes over 5 years of TEE question papers, assigning greater weight to recent trends and cross-referencing every topic with official syllabus for robust predictions. Learner motivation. Approach your revision with confidence. Use this guide to transform your preparation into a focused, results-driven journey and position yourself for outstanding performance in the June 2025 term and examination. ഇനി നമുക്ക്
സിലബസ് മാപ്പിംഗ് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് നമുക്ക് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 17 ക്വസ്റ്റ്യൻസോളമാണ് ചോദിക്കൽ നമുക്ക് ഉള്ളത് പ്രീവിയസിൽ നിന്നും. ദെൻ ബ്ലോക്ക് 2 ആണെങ്കിൽ 24 ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 3 ആണെങ്കിൽ നമുക്ക് 19 ക്വസ്റ്റ്യൻസും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഡേറ്റയുടെ ഒരു ബാർ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 2ൽ നമുക്ക് 24 ഏറ്റവും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3ൽ നിന്നും. അതിനുശേഷം ബ്ലോക്ക് 2ലാണ് ഏറ്റവും ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 3 പിന്നീട് കുറവ്, ഏറ്റവും ലീസ്റ്റ് നമ്മുടെ ബ്ലോക്ക് 1 ആണ്. ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ് വൈസ് ടോപ്പിക്കിനകത്ത് എത്രത്തോളം തവണയാണ് ക്വസ്റ്റ്യൻസ് ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്നും അതിന്റെ റെലവൻസ് നമ്മൾ ഹൈ ലോ മീഡിയം എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ അത് നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് 1 നോക്കാം. സോ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ടോപ്പിക്സിൽ വരുന്നതാണ് ഗ്രീറ്റിംഗ്സ് ഓർ ഇൻട്രൊഡക്ഷൻസ്. അത് ഏകദേശം 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം റെലവൻസസ് ഒരു ലോ ലെവലാണ് അതിന്റെ റെലവൻസ് എന്ന് പറയാം. അപ്പൊ അതേസമയം നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ആണെങ്കിൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഓഫ് എ മീഡിയം ലെവൽ ആണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 3 യു ഹാവ് as a business organizations in appearances 3 times and relevance എന്ന് പറയുന്ന ലോ തന്നെയാണ്. Then you have block 1 unit 4 jobs and responsibilities 6 തവണയാണ് ചോദിച്ചിട്ടുള്ളത് and relevance മീഡിയം ആണ്. ഇനി നമ്മൾ ബ്ലോക്ക് 2ലേക്ക് പോവുകയാണെങ്കിൽ you have block 2 unit 5 the topic is using telephone at the workplace ആണെങ്കിൽ അതിന് റെലവൻസ് ലോ ആണ്, കാരണം 4 ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ആൻഡ് യു ഹാവ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 നമുക്ക് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് 1 അതിൽ 7 ടൈംസ് ആണ് അപ്പിയറൻസസ് ആൻഡ് ദ ലെവൽ ഓഫ് റെലവൻസസ് മീഡിയം ആണ്. Then you have block 2 unit 7 internal business correspondence 2 അതിന് അപ്പിയറൻസ് 5 ആണ്, ലെവൽ ഓഫ് റെലവൻസ് എന്ന് പറയുന്ന മീഡിയം ആണ്. Then you have block 2 unit 8 ആണെങ്കിൽ external business correspondence 1 ആണ്, അതിന്റെ number of appearances 6 അതിന്റെ relevance level medium ആണ്. Then you have block 2 unit 9 is external business correspondence 2 അത് number of appearances 2 ആണ് and relevance level എന്ന് പറയുന്നത് low ആണ്. Then you have block 3 unit 10 is drafting proposals framework appearance 4 times ആണ്, relevance is low ആണ്. Block 3 unit 11 is writing business project proposals appearance 5 times ആണ്, relevance level എന്ന് പറയുന്നത് medium ആണ്. Then you have block 3 unit 12 it's importance of reports 1 appearance 7 times ആണ് and relevance is medium. Then you have block 3 unit 13 is drafting business reports appearance 3 times ആണ്, relevance എന്ന് പറയുന്നത് low ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു ചാർട്ട് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഹൈ ലോ മീഡിയം എന്ന് ഇവിടെ പറയുന്നതിനകത്ത് റെഡ് കളറിൽ വന്നിട്ടുള്ളതെല്ലാം ഒരു ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ്. ഒരു ഓറഞ്ച് കളർ ഉള്ള ഒരു 5 to 6 ഒരു മീഡിയം ഫ്രീക്വൻസി ആണ്. യെല്ലോ എന്ന് പറയുന്ന കളർ കാണിക്കുന്നത് ഇറ്റ്സ് ഓഫ് എ ലോ ഫ്രീക്വൻസി 2 to 4. ബാക്കി നമ്മൾ വൈറ്റ് കൊടുത്തിരിക്കുന്നതെല്ലാം നോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് കീ ഇൻസൈറ്റ് ബോക്സ്. അപ്പൊ നമ്മളിനി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ലൈറ്റിൽ നമുക്ക് ഇതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സെക്ഷൻസ് തിരിക്കുകയാണെങ്കിൽ the first one you have is internal business correspondence 1 and reports 1 frequently tested for concepts, formats and case applications often featured as both long and short answers. Second is jobs and responsibilities common in section B and C. Examiners prefer real life application and job profile writing. Third is external business correspondence 1 repeatedly asked for practical skills, letter writing, email drafting and communication scenarios. നമുക്കതിനെ ഡിസ്റ്റിങ്ക്റ്റ് ഫോർമാറ്റ്സ് 2022 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കേഴ്സീവ് ആയിട്ടുള്ളതാണ്. ഏകദേശം ഒരു 200 to 300 വേർഡ്സ് ആണ് അതിന്റെ വേർഡ് ലിമിറ്റ് നമ്മൾ വേർഡ് കൗണ്ട് പറയാം. Next one you have is short notes അല്ലെങ്കിൽ short answers ആണ്. ഇവിടെ you have a focused explanation with 50 to 120 words ആണ്. The third one you have is dialogue writing or email അല്ലെങ്കിൽ letter ആണ്. അതൊരു practical or business scenario based structured response ആണ്. And word count എന്ന് പറയുന്നത് 120 to 180 words ആണ്. Then you have grammar or language use ആണ്. Normally fill in the blanks, tense correction, framing questions, comparatives എല്ലാം ആയിരിക്കും. അത് 1 line per item based question ആണ്. Then the fifth type of question you have is MCQ or numericals or case study.
but not present in BEGS 186 in this time period. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫോർമാറ്റിംഗ് നോക്കുകയാണെങ്കിൽ എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ 8 to 12 മാർക്സിനായിരിക്കും ചോദിക്കുക. എക്സ്പെക്ടഡ് ലെങ്ത് ഓഫ് ദി വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 200 to 300 വേർഡ്സ് ആണ്. അതേസമയം ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 to 6 മാർക്സും വേർഡ് കൗണ്ട് എക്സ്പെക്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് 50 to 120 വേർഡ്സും ആണ്. Then you have dialogue or letter. Typical marks is 8 to 12 ആണ്. Expected length is 120 to 180 words. And for the grammar section, typical marks is 4 to 10 ആണ്. And expected length is 1 line per item. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇത് നമുക്ക് എക്സാംസിന് ചോദിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അത് എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, അതിന്റെ വേർഡ് കൗണ്ടും ടൈപ്പും കാറ്റഗറിയും നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ വി ഹാവ് is the essay or long answer. It assesses your ability to develop and organize a comprehensive response to a conceptual or applied prompt from the syllabus. Typically carries 8 to 12 marks per question and expects a detailed answer of around 200 to 300 words, requiring examples വേണം, definitions and even നമ്മുടെ റിയൽ വേൾഡ് കണ്ടംപററി റെലവൻസും കാര്യങ്ങളും കൂടി സൈറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത് വരുന്നതാണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ആൻസേഴ്സ്. ഇവിടെ കുറച്ചും കൂടെ കൺസൈസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വളരെ സ്പെസിഫിക്കലി വേണം നമ്മൾ എഴുതാനായിട്ട്. നോർമലി 4 to 6 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഷുഡ് ബി വെരി ക്ലിയർ, fact based, and approximately 50 to 120 words ആയിരിക്കണം, and often addressing 2 points or aspects. തേർഡ് ടൈപ്പിൽ നമുക്ക് വരുന്നതാണ് dialogue writing or email letter. So it tests your practical communication skills by asking for either a business dialogue അല്ലെങ്കിൽ ഒരു formal or informal letter or an email. And marks range എന്ന് പറയുന്നത് 8 to 12 ആണ്. Length of the answer expected എന്ന് പറയുന്നത് 120 to 180 words ആണ്. And structure, tone and context appropriateness are evaluated. The fourth one you have is grammar or language use. Involves objective tasks such as fill in the blanks ആകാം, അല്ലെങ്കിൽ tenses transformation, അല്ലെങ്കിൽ making questions or using comparatives. These sections collectively cover 8 to 10 marks per paper, require 1 to 2 line answers and check command of English usage in business context. നമുക്ക് ഇനി ഇതിന്റെ ഒരു ലാസ്റ്റ് 5 നമ്മുടെ ടേമിന്റെ എക്സാമിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് 1 ന് 28 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ടോട്ടൽ 28% ഷെയർ ഉണ്ട്. ദെൻ ബ്ലോക്ക് 2 ആണെങ്കിൽ നമുക്ക് 36 ക്വസ്റ്റ്യൻസ് വിച്ച് മേക്സ് ഇറ്റ് 36% ഓഫ് ഓവറോൾ ഷെയർ. പിന്നെ നമുക്ക് ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ അത് 32 ക്വസ്റ്റ്യൻസ് 32% ആണ്. ആൻഡ് ദി അതർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഒരു 4%ഓളമാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ഗ്രാഫിനകത്ത് കാണുന്നത് നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തുള്ള ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് യെല്ലോ കളറിന് കാണിച്ചിരിക്കുന്ന ആ ഒരു എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ്. ആൻഡ് യു ഹാവ് ദി ഓറഞ്ച് കളർ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. റെഡ് കളറിൽ നമുക്ക് ഡയലോഗ് അല്ലെങ്കിൽ ഇമെയിൽ ലെറ്റേഴ്സ് ആണ്. ആൻഡ് പിങ്ക് കളർ എന്ന് പറയുന്നത് ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ആണ്. നമുക്ക് ഓരോ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം. ഷോർട്ട് നോട്ട്സ് നമുക്കറിയാം ഹാവ് സീൻ റീസെന്റ് വളരെയധികം പെട്ടെന്ന് വളരെ ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ വെയിറ്റേജും ഉണ്ട്. സർപാസിംഗ് എസ്സേസ് വിത്ത് മോസ്റ്റ് റീസെന്റ് സെഷൻ ആയിട്ടാണ്. Then you have as a dialogue or letter writing is increasingly emphasized, reflecting IGNO's practical skill orientation. Then you have the essay or long answer share is declining ആണ്. Well, grammar അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസ് ആണ് കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ടിപ്പിന്റെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ആവറേജ് ഒരു മാർക്സ് കൊടുക്കുമ്പോൾ ടൈം നമുക്കൊരു 50 മിനിറ്റ്സ് നമുക്കൊരു ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേക്ക് കൊടുക്കാം. അപ്പൊ ഏകദേശം ഒരു 22 to 33 മാർക്സ് അവിടെ കവർ ആവും. പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് 50 മിനിറ്റ്സ് നമുക്കൊരു ഷോർട്ട് നോട്ട്സ് പോകാം, ഏകദേശം 20 to 32 മാർക്സിലും. ആൻഡ് ബാക്കി വരുന്ന 40 മിനിറ്റ്സ് നമുക്കുള്ളത് നമുക്ക് ഡയലോഗ് അല്ലെങ്കിൽ ലെറ്റർ ഓർ ഇമെയിലിൽ കൊടുത്താൽ നമുക്ക് 20 to 26 മാർക്സ് കവർ ആകും. ബാക്കി വരുന്ന 30 മിനിറ്റ്സിനകത്ത് നമുക്ക്
ഗ്രാമർ ലാംഗ്വേജിന്റെ നോക്കാം. ആൻഡ് ഓൾസോ ബാക്കി ടൈമുള്ള നമുക്ക് റിവ്യൂ, നമുക്ക് എഴുതിയ ആൻസർ ഒന്നുകൂടി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും പറ്റും. So prioritize high weight and practical sections first. Adinishesham then use the last 10 to 15 minutes for a complete review. And practicing timed writing for each format is strongly recommended. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ആയിട്ട് മുൻകാലത്ത് എത്ര തവണ ഓരോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുണ്ടെന്നും ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അത് എത്ര തവണ ചോദിച്ചു നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രോസസ് ആൻഡ് കോമ്പണൻസ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 9 ടൈംസ് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഇവിടെ വരുന്നത് നമുക്ക് 8 തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ ബിസിനസ് ഓർ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ and grapevine communication. പിന്നെ 7 times repeatedly ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് what is internal communication, how is it different from external communication. പിന്നെ again നമുക്ക് 7 times വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് describe the characteristics of effective communication. പിന്നെ ബാക്കി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം 6 ടൈംസ് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. The one is write an email or letter to a friend describing a new achievement or work experience ഉണ്ട്. Next question that asks 6 times repeatedly എന്ന് പറയുന്നത് compare formal and informal communication with examples ആണ്. മറ്റൊരെണ്ണമാണ് write a dialogue between two people on a contemporary issue, like നമ്മുടെ peer pressure, discipline, democracy ഒക്കെ ആകാം. Then you have the next question that asks 6 times എന്ന് പറയുന്നത് complete the company profile or paragraph with the correct tense of the verbs in brackets. And the next one you have is complete sentences using the comparative or superlative form of the adjectives. 5 times repeatedly ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ നമുക്കിനി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റ് ബ്ലോക്സ് എന്നും എത്ര തവണയും അത് ക്യാരി ചെയ്തൊരു ആവറേജ് മാർക്സ് നോക്കുകയാണെങ്കിൽ യു ഹാവ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ പ്രോസസ് കോമ്പണൻസ് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ്സ് 1 to 2 ഉണ്ടാകും. 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് 8 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 to 7 അത് 8 തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 6 ആണ്. അടുത്ത് നമുക്ക് വരുന്നത് ഷോർട്ട് നോട്ട്സ് ലൈക്ക് നോൺ വെർബൽ ഗ്രേവൻ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ബ്ലോക്ക് 1 യൂണിറ്റ്സ് 2ലും 3ലും ആയിരിക്കും ഉണ്ടാവുക. 8 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആവറേജ് മാർക്സ് എന്ന് ഇവിടെ പറയുന്നത് 6 ആണ്. പിന്നെ അടുത്ത് നമുക്കുള്ളതാണ് ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 to 8 ആണ്. 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 6 ആണ്. The next one you have is characteristics of effective communication. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 4 ആണ്. The next one you have is characteristics of effective communication. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 4 ആണ്. The next one you have is email or letter on achievement or experience ആണ്. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 8ലും ബ്ലോക്ക് 3 യൂണിറ്റ് 12ലും ഉണ്ട്. അപ്പിയറൻസ് 6 ടൈംസ് ആണ്. ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. The next one you have is formal versus informal communication. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇസ് ഡയലോഗ് റൈറ്റിംഗ് ബേസ്ഡ് ഓൺ ദ കറന്റ് ഇഷ്യൂ. ബ്ലോക്ക് 3 യൂണിറ്റ്സ് 11 to 13 നമുക്ക് ഉണ്ടാകും ആൻഡ് 6 ടൈംസ് ആണ് അപ്പിയറൻസ് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 8 ആണ്. Then you have the company profile or tense correction. അത് ബ്ലോക്ക് 1 യൂണിറ്റ്സ് 2 to 4 ആണ്. 6 ടൈം അപ്പിയറൻസും ആവറേജ് മാർക്സ് 5 ആണ്. Then you have the comparatives or superlatives. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. Number of times asked is 5 and the average marks is 4 ആണ്. നമുക്ക് ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വാട്ട് ഹാവ് ടു ഡു ഇസ് ദാറ്റ് പ്രാക്ടീസ് ഈച്ച് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് at least twice time. Outline in 5 minutes. Write your full answer in 12 to 15 minutes for essays. Short notes ആണെങ്കിൽ 7 to 8 minutes. Then vary your approach. നമുക്ക് ഓരോ കോണ്ടെക്സ്റ്റും റിയലി നമുക്ക് ഡിഫറെന്റ് എക്സാമ്പിൾസ് യൂസ് ചെയ്യാം and adapt the structure like the intro, main body, conclusion for better retention and versatility. Next you have is review, feedback and mark schemes. After writing, cross-check with model answers to self-correct and identify key marking points. നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ 68% നമുക്ക് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബാക്കിയെല്ലാം അതർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മളെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ടോപ്പിക് പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻ അനാലിസിസ് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മൾ ബ്ലോക്ക് 1 മീൻസ് ടോപ്പിക്സ് വൈസ് ആയിട്ടായിരിക്കും ആ പ്രോബബിലിറ്റി പ്രഡിക്ഷനും പറയുന്നത്. നമ്മൾ ബ്ലോക്ക് 1 എടുക്കുകയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് 1 and 2 അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നോർമലി ചോദിക്കാൻ വരുന്ന ഒരു സാധ്യതയുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ പ്രോസസ്സും ടൈപ്സും ആണ്.
ഇത് ചോദിക്കാനുള്ളത് ഇസ് വെരി ഹൈ പോസിബിലിറ്റി ആണ്. 86% ആണുള്ളത്. നെക്സ്റ്റ് വൺ വി ഹാവ് ഇസ് ബ്ലോക്ക് 1 യൂണിറ്റ് 3-ലും 4-ലും നമുക്ക് നോൺ വെർബൽ ആൻഡ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് വിഷയം ചോദിക്കേണ്ട 71% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ കാറ്റഗറിയിലാണ് അതുള്ളത്. ആൻഡ് സിമിലർലി നമുക്ക് വീണ്ടും 71% പ്രോബബിലിറ്റി ഉള്ള ഹൈ കാറ്റഗറി ഒരു നെക്സ്റ്റ് ടോപ്പിക് ആണ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 6-ഉം 7-നകത്തുള്ളത്. ഇറ്റ് ഇസ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8-ഉം 9-ഉം നമുക്ക് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് ഉണ്ട്. പ്രോബബിലിറ്റി 57% ആണ്. കാറ്റഗറീസ് മീഡിയം ആണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നമുക്ക് ബ്ലോക്ക് 3-ല് നമുക്ക് യൂണിറ്റ് 12-ഉം 13-ലും വി ഹാവ് ദ ടോപ്പിക് ആസ് റിപ്പോർട്ട്സും പ്രപ്പോസൽ ആൻഡ് ഫോർമാറ്റ്സ് ആണ്. 57%ഓളമാണ് പ്രോബബിലിറ്റി ഉള്ളത്. ആൻഡ് റെലവൻസ് ഇവിടെ പറയുന്നത് മീഡിയം ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5 ആണ്. ടെലിഫോൺ ഓർ ലിസ്ണിംഗ് ഓർ സ്പീക്കിംഗ് സ്കിൽസ് ആണ്. 43% ആണ് പ്രോബബിലിറ്റിയും. ആൻഡ് റെലവൻസ് എന്ന് അവിടെ പറയുന്നത് മീഡിയം ആണ്. ദെൻ യു ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് ഫോർ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. 43% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മീഡിയം തന്നെയാണ്. ദെൻ യു ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് ഫോർ ജോബ്സ് റെസ്പോൺസിബിലിറ്റി നമ്മൾ 43 ആണ്, മീഡിയം ആണ്. ദെൻ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ അത്. നെക്സ്റ്റ് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 11 യു ഹാവ് പ്രപ്പോസൽ റൈറ്റിംഗ് സ്റ്റെപ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. 29% ആണ് പ്രോബബിലിറ്റി ആൻഡ് ദി കാറ്റഗറീസ് ലോ ആണ്. Then you have block 1 unit 3-ല് ബിസിനസ് ഓർഗനൈസേഷൻസ് ഓർ ഓൺടർപ്രണേഴ്സിനകത്ത് 29% ആണ് ലോ ആണ് കാറ്റഗറി പറയുന്നത്. നെക്സ്റ്റ് യു ഹാവ് ഇസ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഇസ് മെമോസ്, ഓഫീസ് ഓർഡേഴ്സ്, ഫ്രേസൽ വെർബ്സ്. 29% ആണ് പ്രോബബിലിറ്റി പറയുന്നത്. ഇസ് കമ്മിങ് അണ്ടർ ലോ കാറ്റഗറി. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിനകത്ത് എന്തുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ഹൈയും ലോയും മീഡിയം കാറ്റഗറൈസേഷന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ പ്രയോറിറ്റി എങ്ങനെ പ്രയോറിറ്റീസ് നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ, പ്രോസസ് ആൻഡ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക് ആണ് നോൺ വെർബൽ ആൻഡ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനും. മൂന്നാമത് നമുക്ക് വരുന്നതാണ് ഇന്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസും. അപ്പൊ എങ്ങനെ ഈ ഒരു ഹൈ പ്രയോറിറ്റി ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്വന്തം നോട്ട്സ് റിവൈസ് ചെയ്യുക ആൻഡ് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് അത് ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് മീഡിയം പ്രയോറിറ്റി. ഇവിടെ യു ഹാവ് എസ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ്, യു ഹാവ് ദ റിപ്പോർട്ട്സ്, പ്രപ്പോസൽസ് ആൻഡ് ഫോർമാറ്റ്സ്, ആൻഡ് ഓൾസോ ടെലിഫോൺ ഓർ ലിസണിംഗ് സ്കിൽസും ആൻഡ് ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ എങ്ങനെ ഹൗ ടു സ്റ്റഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ഫ്ലാഷ് കാർഡ്സ് ഫോർ ഡിഫറൻസസ് ആൻഡ് ഫോർമാറ്റ്സ്, practice one long and one short answer, simulate writing under exam conditions. ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് പ്രപ്പോസൽ റൈറ്റിംഗ് ഇറ്റ്സ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. then you have as a business organizations and entrepreneurs, then memos, office orders and phrasal verbs. ഇവിടെ നമുക്ക് ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് മിക ക്വിക്ക് ടേബിൾസ് ഓർ ലിസ്റ്റ് ആൻഡ് ഓൾസോ പ്രാക്ടീസ് MCQ ഫിലപ്സും എല്ലാം നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് കാണിച്ചിരിക്കുന്നത് എത്രത്തോളമാണ് ഹൈയും മീഡിയവും ലെവലും ഉള്ളത്. അപ്പൊ നമ്മൾ ഹൈ നമുക്ക് വരുമ്പോൾ ഏകദേശം 70%ഓളം അധികമായിട്ടുള്ളത്. ആൻഡ് മീഡിയം ഇറ്റ് കവേഴ്സ് അറൌണ്ട് 40 to 69% ആൻഡ് ലോവേഴ്സ് ബിലോ 40%. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രഡിക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു ക്രിയേറ്റ് ചെയ്തൊരു ഡെമോ കൊടുത്തത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, നോട്ട് ദി എക്സാക്ട് വൺ. സോ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ആ ഒരു പാറ്റേൺസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ രീതികളും മാർക്കിംഗ് സ്കീംസും എങ്ങനെയൊക്കെയാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസും ആൻസേഴ്സും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ യു ഹാവ് എസ് ജൂൺ 2025 ആണ്. BGS 186 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പാസേജ് തന്നിരിക്കും.
അപ്പൊ നമ്മൾ ആ പാസേജ് വളരെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നന്നായിട്ട് വായിക്കുക. കാരണം ഇത് നമ്മൾ ഇങ്ങനെ നേരത്തെ പഠിച്ചുകൊണ്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെയല്ല. നമുക്ക് അന്നേരം തരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ നന്നായിട്ട് വായിച്ച് ആ മൊമെന്റിൽ നമ്മൾ ആൻസർ ചെയ്യണം. സോ നമുക്കൊരു പാസേജ് ഇവിടെ തരും. അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് യു ഹാവ് ടു റീഡ് ദാറ്റ് പാസേജ് ആൻഡ് അതിനുശേഷം യു നീഡ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് വിച്ച് ഫോളോസ് വിത്ത് ദാറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വാട്ട് ആർ ദ മെയിൻ വേസ് റിമോട്ട് വർക്ക് ഹാസ് ചേഞ്ച് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ 2 challenges of digital collaboration highlighted in the passage, then suggest 2 solutions for improving communication in virtual teams, then according to the passage what are the 2 advantages of remote work. അപ്പം ഇതിനകത്ത് then explain why digital communication skills are increasingly important. പിന്നെ അതുപോലെ തന്നെ തന്നിരിക്കുന്ന ആ ഒരു പാസേജിൽ നിന്ന് തന്നെ നമ്മൾ വേർഡ്സ്, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മാത്രം പോരാ, അതിൽ തന്നിരിക്കുന്ന ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് വെച്ച് ഇതേ കണക്ക് സിമിലർ മീനിങ് വരുന്ന വേർഡ് നമ്മൾ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക. ലൈക്ക് പിക്ക് ഔട്ട് ദി വേർഡ്സ് ഫ്രം ദി പാസേജ് വിച്ച് മീൻ ദ സെയിം ആസ് എ ഫ്ലോയിങ്, ലൈക്ക് ടു വർക്ക് ടുഗദർ. ഇപ്പം ഈ പറയുന്ന വർക്ക് ടുഗദർ എന്നതിന്റെ മീനിങ് വരുന്ന ഒരു സിമിലർ വേർഡ് നമ്മുടെ പാസേജിൽ ഉണ്ടാകും. നമ്മളത് വായിച്ചിട്ട് ആ വേർഡ് ഇവിടെ എഴുതണം. Similarly, we'll be having the words like tiredness, clearly, boost and modify. അപ്പൊ നമ്മുടെ ഒരു വൊക്കാബുലറിയും നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് എങ്ങനെ നോക്കുന്നു എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. Next, so based on your understanding of the passage, discuss how business communication is evolving today's workplace. അപ്പൊ നമ്മളെ ജനറൽ പോലുള്ള ആ ഒരു നമുക്ക് 80 to 100 വേർഡ്സിനകത്ത് ഒതുക്കത്തക്ക വണ്ണമുള്ള രീതിയിൽ വേണം. അതെ, അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ സൈഡിൽ എത്രത്തോളമാണ് അതിന് വേർഡ് കൗണ്ട് അല്ലെങ്കിൽ മാർക്സ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാർക്സിനും വേർഡ് കൗണ്ടിനും അനുസരിച്ച് വേണം യു ഹാവ് ടു ഫ്രെയിം യുവർ ആൻസർ. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ആൻഡ് അതിന് ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അപ്പൊ അതിൽ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് സീ ദാറ്റ്. ഓക്കെ, സോ അതിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 നമുക്ക് ഏറ്റവും ഷുവർ, നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ഉള്ള, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള 2 ക്വസ്റ്റ്യൻസ് ഇതിൽ സെലക്ട് ചെയ്തിട്ട് നന്നായിട്ട് എഴുതുക. അപ്പം യു ഹാവ് ദ ക്വസ്റ്റ്യൻസ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് ലിസ്ണിംഗ് ഇൻ ബിസിനസ് മീറ്റിംഗ്സ്, the structure and purpose of an internal memo, features of a persuasive business letter. Fourth one is the impact of social media on business communication. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്സ് ആണുള്ളത്. അപ്പം 2 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വിൽ ബി ഹാവിംഗ് 10 മാർക്സ്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ഉള്ള 10% നമുക്ക് ഷുവർ ആയിട്ട് എഴുതി ബലിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എഴുതാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു കമ്പനി പ്രൊഫൈൽ ആണ്. സോ ഇത് നമ്മൾ അതിന് കറക്റ്റ് ടെൻസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തതനുസരിച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഫസ്റ്റ് കിടക്കുന്നത്. യു ഹാവ് ടു കംപ്ലീറ്റ് ദി ആ ഒരു പ്രൊഫൈൽ നമ്മുടെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വിത്ത് റെസ്പെക്ട് ടു ദി ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. പിന്നെ അതുകൂടാണ്ട് യു ഹാവ് ഫോർ ഈച്ച് ആൻസർ ബിലോ, അതിന് നമുക്ക് ഇവിടെ ഇപ്പൊ ഒരു 5 ആൻസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ 5 ആൻസേഴ്സിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യുക. അതും WH ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ, പക്ഷെ ഇവിടെ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ആ ആൻസർ വരത്തക്ക വണ്ണമുള്ള ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു ഫ്രെയിം. Like I met the CEO during the annual conference. She presented her report last Friday. They will launch the new service in October. The customer support team resolved the complaint. Priya works in the marketing department. അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിന് ഇങ്ങനൊരു ആൻസർ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണമെന്നുള്ളത് നമ്മൾ ഫ്രെയിം ചെയ്യുക. Next is complete the following sentences using the comparative or superlative forms of the adjectives in brackets. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടാകും. വിത്ത് റെസ്പെക്ട് ടു ദ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കമ്പാരറ്റീവ് അല്ലെങ്കിൽ അതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ബ്ലാങ്ക് ഫിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദിസ് പ്രപ്പോസൽ ഇസ് ഡാഷ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ബ്രാക്കറ്റ് സ്ട്രോങ് ആണ് ദാൻ ദി പ്രീവിയസ്. അപ്പൊ നമ്മളത് വായിച്ചിട്ട് അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ അല്ലെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രി ആണോ നോക്കിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ആൻസർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ യു ഹാവ് ഇസ് അമിത് ഇസ് എ ഡാഷ് യങ് മെമ്പർ ഓഫ് അവർ ടീം. തേർഡ് വൺ ഇസ് a new office is dash close to the metro station. Fourth one is digital meetings are dash efficient than face-to-face meetings for routine updates. Fifth one is a quarter's performance is a dash good in the company's history. അടുത്ത നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, യു ആർ ദി HR മാനേജർ അറ്റ് NovaCare Health. Write a formal email to all employees announcing a new wellness initiative.
ആൻഡ് നമ്മൾ ആ ഒരു ഇമെയിൽ എഴുതുന്ന സമയത്ത് ഓർക്കണം ഫോർമൽ ഇമെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഫില്ല് ചെയ്യാൻ ലൈക്ക് ആ ഒരു പ്രോഗ്രാംസിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അവിടെയുള്ള ഒരു മിനിമം 3 ആക്ടിവിറ്റീസ് എങ്കിലും യു ഹാവ് ടു ഔട്ട്ലൈൻ അബൌട്ട് ഇറ്റ്. ആൻഡ് ഓൾസോ എംപ്ലോയീസിന് എങ്ങനത്തുള്ള ഹൗ ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് എന്നുള്ളത് മെൻഷൻ ഒക്കെ. ആൻഡ് ഓൾസോ ഫീഡ്ബാക്കും പാർട്ടിസിപ്പേഷനും എൻകറേജ് ചെയ്ത നോട്ട്സും കൂടി ഉണ്ടാവുക. ആൻഡ് ഓൾസോ വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 150 to 180 വേർഡ്സ് ആണ്. Then you have write a dialogue 10 to 12 turns on between two colleagues, Meena and Rahul, discussing how to handle a misunderstanding with a client regarding a late project delivery. Ensure your dialogue demonstrates active listening, clarification, and a positive resolution. പിന്നെ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് റീഡ് ദ കേസ് സ്റ്റഡി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കൊരു കേസ് സ്റ്റഡി തന്നിരിക്കും, അത് നമ്മൾ വായിച്ചിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് പ്രകാരമുള്ള ആൻസർ യു ഹാവ് ടു പ്രിപ്പയർ വിത്ത് റെസ്പെക്ട് ടു ദ കേസ് സ്റ്റഡി ഗിവൻ ടു യു. ഇവിടെ കേസ് ഉണ്ട്. സുനിത, a sales manager, receives a complaint email from a key client about an incorrect invoice. She must draft a professional reply apologizing for the error, promise prompt correction, and offer a goodwill gesture. So here, draft Sunita's email reply from about 100 to 120 words. Then list 3 principles of effective external business correspondence illustrated by your email. Third is identify one risk if the client's issue is not resolved professionally. നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻസർ എനി വൺ ഓഫ് ദി. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 2 ഓപ്ഷൻസും ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് 250 വേർഡ്സ് കൗണ്ട് വരുന്ന നമുക്ക് എഴുതുക. നോൺ വെർബൽ ബിസിനസ് ഇസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ്. ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ് ഫ്രം വെർച്വൽ ആൻഡ് ഫേസ് ടു ഫേസ് കോണ്ടെക്സ്റ്റ്. രണ്ടാമതായിട്ട് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ എ മോഡേൺ മൾട്ടിനാഷണൽ കമ്പനി. ഇനി എട്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ഷോർട്ട് നോട്ട്സ് നമുക്ക് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. Questions are importance of feedback in business communication, writing a feasibility report, key sections and objectives. Third is roles and responsibilities in project teams. Fourth one is strategies for managing communication breakdowns. അപ്പൊ ഇതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഷുവർ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്സ് വീതമാണ് വരുന്നത്. സോ 5 into which makes a total of 10 മാർക്സ്. അപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസേഴ്സും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് എല്ലാം നമ്മുടെ ആപ്പിൽ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നന്നായിട്ട് നോക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ഇറ്റ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഡു വെൽ. Best of luck. Thank you everyone.